എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ കാണിക്കുന്നത് 20 വർഷം മുന്നേ പണിത ആ ഒരു റിസോർട്ടിൻ്റെ എല്ലാം തന്നെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഇപ്പോൾ ജിയാങ്ങെ നോക്കുന്ന സമയത്ത് ആ ഒരു റിസോർട്ട് വരുന്നതിന് മുന്നേ അവിടെ മുമ്പ് ഉണ്ടായിരുന്നത് ഷോവാൻ്റെ അച്ഛൻ്റെ ഫാക്ടറിയാണെന്നും അവൻ അറിയാമെന്നുള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ ഒരു ഫയൽസ് വായിക്കുമ്പോൾ എന്തോ പന്തുകളുള്ളതായിട്ട് അവന് തോന്നുന്നു. അതേസമയത്ത് തന്നെ എന്തോ സംശയം തോന്നിയിട്ട് ഇനി ഷോവാനാണെങ്കിൽ ലൂഷിഷ്യാൻ്റെ അച്ഛൻ്റെ അടുത്ത് റിവഞ്ച് ചെയ്യാനായിരിക്കും ഇങ്ങോട്ടേക്ക് ജോയിൻ ചെയ്തത് എന്നൊരു സംശയം ഉണ്ടാവുന്നു. അതിനുശേഷം കാണിക്കുന്നത് ഷോവാനെയാണ്. ഷോവാൻ ഇപ്പോൾ വീട്ടിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്ന ടൈമിന് ലൂഷിഷ്യാവോ അവളുടെ അടുത്ത് വന്നിരിക്കുന്നുണ്ട്. ആ സമയം ഷോവാൻ പറയുന്നുണ്ട് നാളെ നടക്കാനായിട്ട് പോകുന്ന ഒരു മീറ്റിങ്ങിൽ റിസോഴ്സസും കാര്യങ്ങളും മെറ്റീരിയൽസ് എല്ലാം തന്നെ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പനീനെ ഇങ്ങനെ അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് കമ്പനീസ് ഇങ്ങനെ ഓപ്ഷൻസിൽ വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ആ സമയം ലൂഷിഷ്യാവോ ഷോവാൻ്റെ അടുത്ത് ഞാൻ നിൻ്റെ അടുത്ത് മുമ്പ് എന്താ പറഞ്ഞിട്ടുള്ളതെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഷോവാൻ അപ്പോൾ വീട്ടിൽ വെച്ച് വർക്ക് ചെയ്യാൻ പാടില്ലെന്നല്ലേ അതെനിക്ക് അറിയാമെന്നിങ്ങനെ പറയാണ്. അതിനുശേഷം പിന്നെ അടുത്ത ദിവസം മീറ്റിങ്ങിന് ഇരിക്കുന്ന സമയത്ത് ഷോവാൻ നേരത്തെ നോക്കി വെച്ചാൽ ഒരു കമ്പനിയുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് കാണിച്ച കമ്പനിയെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ തന്നെ ലൂഷിഷ്യാ പറയുന്നുണ്ട്. അതിപ്പോൾ നടത്തിക്കൊണ്ട് പോകുന്നത് ലെന എന്ന് പറഞ്ഞൊരു ലേഡിയാണ്. അപ്പോൾ അവരെ പോയി മീറ്റ് ചെയ്യാന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവർക്ക് ലൂഷിഷ്യാനെ പേഴ്സണലി മീറ്റ് ചെയ്യണമെന്ന് ഫസ്റ്റ് ഒരിക്കൽ കോൺടാക്ട് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ലൂഷിഷ്യാ തന്നെ പോട്ടെ എന്ന് എല്ലാവരും പറയുന്നുണ്ട്. ആ സമയം ലൂഷിഷ്യാവോ ഷോവാൻ്റെ നീയും കൂടെ വരാനായിട്ട് പറയുന്നുണ്ട്. അതിനുശേഷം പിന്നീട് ലൂഷിഷ്യാവും ഷോവാനും ആ ഒരു ലെന എന്ന് പറഞ്ഞ ഒരു ലേഡിനെ മീറ്റ് ചെയ്യാനായിട്ട് അവരെവിടെയാണോ അപ്പോയിൻമെൻറ്റ് വെച്ചേക്കുന്നത് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അങ്ങനെ വന്ന് വെയിറ്റ് ചെയ്യുന്ന ടൈമിന് അവരുടെ ഒരു സ്റ്റാഫ് വന്നിട്ട് ഇതുപോലെ ഇപ്പോൾ ലെന ഇവിടെ ഇല്ല എന്നൊക്കെ പറയുന്ന സമയത്ത് ഷോവാനാണെങ്കിൽ പക്ഷേ ഞങ്ങൾ ഓൾറെഡി അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ആ സമയം അറിയാം, പക്ഷേ അവർക്ക് പെട്ടെന്നൊരു എമർജൻസി ഒന്നും നിങ്ങൾ അറിയിക്കാൻ പറ്റാത്തതാണ്, ആളിപ്പോൾ ഇവിടെ ഇല്ല എന്ന് പറയുന്നുണ്ട്. ഷോവാനപ്പോൾ എങ്കിൽ പിന്നെ നിങ്ങളൊന്ന് വിളിച്ച് ചോദിക്കുക എങ്കിലല്ലേ നമ്മൾ നിൽക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ലേന്ന് അറിയാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു ലെനേനെ കോൾ ചെയ്യുന്നുണ്ട്. എന്നാൽ ആക്ച്വലി ലെന ആ ബിൽഡിങ്ങിൽ തന്നെ ഉണ്ടായിരുന്നു, മറ്റോ റൂമിൽ നിന്നിട്ട് ഇവർ രണ്ടുപേരും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ ലേഡി കോൾ ചെയ്യുമ്പോൾ ശരി അവരെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടേക്കാനേ പറയുന്നുണ്ട്. അങ്ങനെ കോൾ കട്ട് ചെയ്തിട്ട് ആ ലേഡി ആണെങ്കിൽ ലെന ഇപ്പോൾ വന്നു നിങ്ങൾ അകത്തേക്ക് വരാനേ പറഞ്ഞിട്ട് അവരെ നേരെ ലെനയുടെ ഓഫീസിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അവരങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ ലെനയാണെങ്കിൽ അവരെ വെയിറ്റ് ചെയ്ത് അങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ലെനയുടെ അടുത്ത് ചെന്ന് ഒരു ഹായ് ഒക്കെ പറഞ്ഞിട്ട് സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് അവരിങ്ങനെ സംസാരിക്കാനേ ഇരിക്കുന്ന സമയത്ത് ലെനയാണെങ്കിൽ ലൂഷിഷ്യാവിനെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു. ലൂഷിഷ്യാവ് ഇവരെന്തിനെ എന്നെ ഇങ്ങനെ നോക്കുന്നതെന്നുള്ള രീതിയിൽ ഒന്നും മനസ്സിലാതിരിക്കുമ്പോൾ ലെനയാണെങ്കിൽ നിനക്കെന്നെ തിരിച്ചറിയാൻ പറ്റിയില്ലേ എന്ന് ലൂഷിഷ്യാവിനോട് ചോദിക്കുന്നുണ്ട്. ആ സമയം ലൂഷിഷ്യാവ് സോറി എനിക്ക് മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ ലെനയാണെങ്കിൽ നമ്മൾ കുറേ തവണ ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. 10 വർഷങ്ങൾക്ക് മുന്നേ ഷോവാൻ ലൂഷിഷ്യാവുമായിട്ട് ബ്രേക്കപ്പ് ആയിട്ട് പോവുകയും ആ സമയത്ത് ലൂഷിഷ്യാവ് ജിയാങ് ഫാനുമായിട്ട് ഒരിടത്ത് വന്നിരുന്ന് ഡ്രിങ്ക് ചെയ്യുന്ന ടൈമിന് അവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടി സ്റ്റേജിൽ കയറി ഒരു പാട്ട് പാടിയിട്ട് എല്ലാവരും കേൾക്കത്തക്ക രീതിയിൽ ലൂഷിഷ്യാവിൻ്റെ അടുത്ത് നിനക്ക് എന്നെ ഡേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു പെൺകുട്ടിയുടെ പേര് ലിൻ എന്നായിരുന്നു. ആ പെൺകുട്ടിയുടെ അടുത്ത് ആ സമയം ലൂഷിഷ്യാവ് എസ് എന്ന് മറുപടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേ ലിന്ന തന്നെയാണ് ഈ ഇരിക്കുന്ന ലെന ആ ഒരു കാര്യങ്ങളെല്ലാം ഇപ്പോൾ ലൂഷിഷ്യാവിനോട് പറയുമ്പോഴാണ് ലൂഷിഷ്യാവിന് ആ ഒരു ഫ്ലാഷ് ബാക്ക് എല്ലാം ഓർമ്മ വരുന്നത്. അതേസമയത്ത് തന്നെ ഇതെല്ലാം കേൾക്കുന്ന ഷോവാനാണെങ്കിൽ അപ്പോൾ നിനക്ക് ഡേറ്റ് ചെയ്യാനൊക്കെ നേരം ഉണ്ടായിരുന്നല്ലേ എന്ന രീതിയിലൊന്ന് ലൂഷിഷ്യാവിനെ നോക്കുന്നുണ്ട്. അതിനുശേഷം പിന്നീട് ഷോവാനാണെങ്കിൽ ലെനേനെ അങ്ങനെ മൈൻഡ് ചെയ്തില്ല. ഞാനൊരു ബിസിനസ്സിനാണ് വന്നതെന്ന് പറയുമ്പോൾ ലെനയാണെങ്കിൽ സോറി ഞാനതിങ്ങനെ മുടക്കാനായിട്ട് പറഞ്ഞതല്ല, ലൂഷിഷ്യാവിനെ തിരിച്ചറിയുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞു നോക്കിയതാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവരിപ്പോൾ വീണ്ടും ബിസിനസ്സിൻ്റെ കാര്യം സംസാരിക്കാനേ തുടങ്ങുമ്പോഴത്തേക്കും ലെനേനെ മീറ്റ് ചെയ്യാൻ വന്നത് തന്നെ ലെനയുടെ കമ്പനിയുമായിട്ട് ജോയിൻ ചെയ്തിട്ട് ഇവർക്ക് ഇവരുടേതായ സ്വന്തം പ്രോഡക്ട്സും റിസോഴ്സ് എല്ലാം തന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഇപ്പോൾ സംസാരിക്കുമ്പോൾ ലെനയാണെങ്കിൽ ഞാൻ ഓൾറെഡി നിങ്ങൾ തന്ന ആ ഒരു സംഭവത്തിനെക്കുറിച്ച് എൻ്റെ ചെയർമാനോടൊക്കെ പറഞ്ഞു, പക്ഷേ ഹെഡ് ക്വാർട്ടേഴ്സിൽ അവർക്കാണെങ്കിൽ നിങ്ങളുമായിട്ട് ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഇല്ല എന്നാണ് മറുപടി അറിയിച്ചിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അതിനുള്ള റീസൺ എന്താണെന്ന് അറിയാമോ എന്ന് ലൂഷിഷ്യാവും ഷോവാനും ചോദിക്കുമ്പോഴത്തേക്കും ലെനയാണെങ്കിൽ അതെനിക്ക് പറയാനുള്ള അധികാരം ഇല്ലാന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയം ലൂഷിഷ്യാവ് ശരിയെന്നാൽ എന്തായാലും നടക്കത്തില്ല, പക്ഷേ എനിക്ക് ചെയർമാന് ഒരു ഗിഫ്റ്റ് കൊടുക്കണമെന്നുണ്ട്, പിന്നെ ചിലപ്പോൾ ആ ഒരു ഗിഫ്റ്റ് കിട്ടി കഴിയുമ്പോൾ അയാൾ സമ്മതിക്കാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ലൂഷിഷ്യാവ് മാറിയിരിക്കുന്നുണ്ട്. ആ സമയം ഷോവാനും ലെനയെ സംസാരിക്കുന്നുണ്ട്. ലെന ഷോവാനെടുത്ത് നീ അവൻ്റെ ഗേൾ ഫ്രണ്ട് ആണെന്ന് നോക്കുമ്പോൾ അതേന്ന് ഷോവാൻ പറയുന്നുണ്ട്. ലെന ഇപ്പോൾ ഞാനെന്തായാലും പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊന്നും ചോദിച്ചല്ല കേട്ടോ, ഞാൻ ജസ്റ്റ് വെറുതെ ചോദിച്ചതേ ഉള്ളൂ. ആ ടൈമിൽ ഞാനവനും ഡേറ്റ് ചെയ്തെങ്കിലും അവനാണെങ്കിൽ സമയത്തിനൊന്നും എന്നെ മീറ്റ് ചെയ്യാനോ അങ്ങനെ ഒന്നും വരത്തില്ലായിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് നിങ്ങൾ എന്നെ മീറ്റ് ചെയ്യാൻ വന്നപ്പോൾ ഞാനിവിടെ ഇല്ലയെന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ചൊന്ന് വൈകിപ്പിച്ചത്, ഒരു ചുമ്മാ രസത്തിന് ചെയ്തതാണെന്നൊക്കെ പറയുന്നുണ്ട്. ഷോവാനും അപ്പോൾ അതെല്ലാം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ലെനയാണെങ്കിൽ ആക്ച്വലി അവന് ഭയങ്കര ഹൈറ്റ് ആണല്ലേ എന്ന് പറയുമ്പോഴത്തേക്ക് ഷോവാനാണെങ്കിൽ സത്യം ഞാൻ അവൻ്റെ അടുത്തേക്കുമ്പോൾ ഭയങ്കര കുഞ്ഞായിട്ടാണ് എനിക്ക് തോന്നിപ്പോകുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അതേസമയം തന്നെ ലൂഷിഷ്യാവ് ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് കഴിഞ്ഞോ എന്നല്ല ഷോൻ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ലൂഷിഷ്യാവ് കഴിഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ട് കാണിക്കുന്നുണ്ട്. ആക്ച്വലി അവൻ ചെയ്തൊരു ഡ്രോയിങ് ആയിരുന്നു, അത് ചെയർമാനിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. അപ്പോൾ ലെനയുടെ അടുത്ത് ഇതൊന്ന് കൊടുത്തേക്കാനായിട്ട് പറയുന്നുണ്ട്. അത് മാത്രമല്ല പറ്റുമെങ്കിൽ ഒന്നുകൂടെ ചോദിച്ചു നോക്ക്, ചിലപ്പോൾ തീരുമാനം മാറിയാലോ എന്നും പറയുന്നുണ്ട്. ലെനയുടെ അടുത്ത് ബായ് പറഞ്ഞ് ഇറങ്ങി കഴിയുന്നതും ഷോവാൻ്റെ ഒരു സ്വഭാവം അങ്ങ് മാറുന്നുണ്ട്. അവൾ ലൂഷിഷ്യാവിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് നിനക്ക് നാണമുണ്ടോ, നിൻ്റെ എക്സ് ഗേൾ ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാനായിട്ട് നിൻ്റെ പുതിയ ഗേൾ ഫ്രണ്ടായിട്ടുള്ള എന്നെയും കൊണ്ടാണ് നീ വരുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ലൂഷിഷ്യാവ് അയ്യോ സത്യമായിട്ട് എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവളുടെ പുറകെ പോകുന്നുണ്ട്. ആ സമയം ഷോവാനാണെങ്കിൽ അല്ല നീ ഇപ്പോൾ ചെയർമാനിന് വേണ്ടിയിട്ട് ഒരു ഡ്രോയിങ് കൊടുത്തില്ല, അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. കാരണം ലൂഷിഷ്യാവ് ചെയ്തതെന്ന് പറയുന്നത് ഒരു കടലിൻ്റെ ആ ഒരു തീമിൽ വരുന്ന ഒന്നായിരുന്നു. അങ്ങനെ ലൂഷിഷ്യാവ് പറയുന്നുണ്ട് ചെയർമാൻ്റെ ഗേൾ ഫ്രണ്ടും 8 വർഷമായിട്ട് റിലേഷൻഷിപ്പിലായിരുന്നു. എന്നാൽ അവരുടെ കല്യാണം തീരുമാനിച്ചിരിക്കുന്ന സമയത്ത് അവരൊരു ട്രിപ്പ് പോവുകയും അവിടെ വെച്ചിങ്ങനെ ഡൈവിങ്ങിന് പോകുന്ന സമയത്ത് അവർ വെള്ളത്തിൽ വെച്ചിട്ട് ചെയർമാൻ്റെ ഗേൾ ഫ്രണ്ട് മുങ്ങി പോവുകയും ചെയ്തു. പിന്നീട് ആളെ തിരിച്ച് വന്നിട്ടേ ഇല്ല. സോ ചെയർമാന് അതുമായിട്ടൊരു ഇമോഷണൽ കണക്ഷൻ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ഡ്രോയിങ് ചെയ്ത് കൊടുത്തതെന്ന് പറയുന്നുണ്ട്.
അത് പറഞ്ഞതിന് ശേഷം ലൂഷി ഷാവ് ഷോവാനെ തടഞ്ഞു നിർത്തുന്നുണ്ട്. എന്നിട്ട് അവളോട് പറയുന്നുണ്ട്, ഞാൻ നിൻ്റെ അടുത്ത് ഇത് നേരത്തെ ചോദിക്കണമെന്ന് വിചാരിച്ചാണ്, എന്നാൽ നേരത്തെ ചോദിക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ചോദിക്കുകയാണ്, എൻ്റെ ഗേൾ ഫ്രണ്ട് ആകാൻ നിനക്ക് താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആ സമയം ഷോവൻ, ഞാൻ വിചാരിച്ചു നമ്മൾ ഓൾറെഡി ഡേറ്റിംഗ് ആണെന്ന്, എന്നാലും കുഴപ്പമില്ല, നീ ഇപ്പോൾ ചോദിക്കുകയില്ല, അതുകൊണ്ട് ഞാൻ മറുപടി പറയാം, എൻ്റെ ആൻസർ യെസ് ആണെന്ന് പറയുന്നുണ്ട്. കേൾക്കുമ്പോൾ തന്നെ ലൂഷി ഷാവ് ഷോവാനെ ഒന്ന് കിസ്സൊക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ഓഫീസിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ജിയാങ്യാനാണെങ്കിൽ ഇപ്പോൾ ഷോവാൻ ഇങ്ങനെ റിവഞ്ചിന് വേണ്ടി വന്നതാണ് എന്നെല്ലാം മനസ്സിലാക്കിയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഷോവാൻ്റെ അടുത്തേക്ക് നേരെ ചെന്നിട്ട്, എനിക്ക് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ പറ്റി, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാൻ റെഡിയാണെന്ന് പറയുന്നുണ്ട്. ആ സമയം ലൂഷി ഷാവോ അവൻ്റെ ഫോണും കൊണ്ട് വന്നതിന് ശേഷം ലേന കോൾ ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഒന്ന് കൂടിയിരിക്കുന്നുണ്ട്. കോൾ അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്കും ലേന പറയുന്നുണ്ട്, ഞാൻ ചെയർമാനുമായിട്ട് സംസാരിച്ചു, അയാൾ ഈ ഡീൽ നോക്കിയാണെന്ന് പറഞ്ഞു, പക്ഷേ എല്ലാ മെയിൻ കാര്യങ്ങളും ലൂഷി ഷാ തന്നെ ഹാൻഡിൽ ചെയ്യണമെന്ന് പ്രത്യേകം അറിയിച്ചു എന്ന്. അത് കേൾക്കുമ്പോഴത്തേക്കും എല്ലാവരും ഭയങ്കരമായിട്ട് ഹാപ്പി ആവുന്നുണ്ട്, ഡീൽ കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാൽ ഞാൻ അതിലൊന്നും പങ്കെടുക്കാൻ നിൽക്കുന്നില്ല, അവൻ നേരെ അവിടെ നിന്ന് പോവുകയാണ്. അതേസമയം എല്ലാവരും അവസരം നമ്മൾ ചെയ്തെടുത്തു എന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ലൂഷി ഷാവ് ഷോവൻ ഒരുമിച്ചിരിക്കുന്ന കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നിങ്ങളുടെ ഒരു ശരിക്കും ഡേറ്റിംഗ് അല്ലേ, ഡേറ്റിംഗ് അല്ലാണ്ട് നിങ്ങൾ ഇങ്ങനെ നിൽക്കാനൊന്നും ചാൻസ് ഇല്ലല്ലോ. സത്യം പറഞ്ഞാൽ രണ്ടിനെ കാണുമ്പോൾ തന്നെ എനിക്ക് ആദ്യമേ ഡൗട്ട് ഉണ്ടായിരുന്നു എന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ഷോവാനും ലൂഷി ഷാവും കൂടെ ആയിട്ട് ഷോവാൻ്റെ മുത്തശ്ശിയുടെയും അച്ഛൻ്റെയും കല്ലറയുള്ള ഒരു സ്ഥലത്തേക്ക് വരുന്നതാണ്. അവിടെ വന്ന് നിന്ന് കഴിഞ്ഞിട്ട് ഷോവാൻ പറയുന്നുണ്ട്, മുത്തശ്ശി അച്ഛ, നിങ്ങൾക്ക് ഞാൻ ഒരാളെ പരിചയപ്പെടുത്തി തരാണ്, ലൂഷി ഷാവ്. മുത്തശ്ശിക്ക് ഓൾറെഡി അവനറിയാം, പക്ഷേ അച്ഛനെ ഇവൻ ആദ്യമായിട്ടാണ് മീറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. ആ സമയം ലൂഷി ഷാവ്, ഹലോ, ഞാനാണെങ്കിൽ ഷോവാൻ്റെ ബോയ് ഫ്രണ്ടാണ്, നിങ്ങൾ ആരും പേടിക്കേണ്ട ആവശ്യമില്ല, ഞാൻ അവളെ പൊന്നു പോലെ നോക്കിക്കോളാം, ഇനി അവൾക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നവും ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ഷോവൻ ലൂഷി ഷാനോട് പറയുന്നുണ്ട്, ഞാൻ എപ്പോഴും എൻ്റെ അച്ഛൻ്റെ തോളിൽ മുമ്പ് ഇങ്ങനെ ചാരിയിരിക്കുമായിരുന്നു, എൻ്റെ മനസ്സിൽ എപ്പോഴും എൻ്റെ സേഫ് ആയിട്ടുള്ള സ്ഥലം എൻ്റെ അച്ഛൻ്റെ തോളായിരുന്നു എന്നിങ്ങനെ പറഞ്ഞ ശേഷം അവളൊരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കുന്നുണ്ട്. അച്ഛൻ്റെ ആ ഒരു ഫാക്ടറി പൂട്ടാറാകുന്ന സിറ്റുവേഷനായി കടം കയറി ആൾക്കാർ വീട്ടിൽ കയറി സാധനങ്ങളെല്ലാം എടുക്കുന്ന സമയത്ത് പോലും അച്ഛൻ എപ്പോഴും ഷോവാനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ ആ ഒരു കാര്യങ്ങളെല്ലാം ആലോചിച്ച് കഴിഞ്ഞിട്ട് അവരുടെ അവിടെ നടന്നു പോകാനായി തുടങ്ങാണ്. ആ സമയം ഷോവൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ലൂഷി ഷായുടെ അച്ഛൻ ഒരാൾ കാരണമാണ് എൻ്റെ കുടുംബം നശിച്ചു പോയത്, അതുകൊണ്ട് തന്നെ അയാളെങ്ങനെ ഒരിക്കലും വെറുതെ വിടത്തില്ല, എൻ്റെ അച്ഛൻ തെറ്റുകാരനാണെന്ന് വിചാരിച്ച എല്ലാവരുടെയും മുന്നിൽ എൻ്റെ അച്ഛൻ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നിങ്ങനെ തെളിയിച്ചിരിക്കും, ഞാൻ അങ്ങനെ ഉറപ്പായിട്ടും ചെയ്തിരിക്കുമെന്ന് തന്നെ അവളിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് വീട്ടിലെത്തി കഴിയുമ്പോൾ ലൂഷി ഷായുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും അവൾ തുറന്ന് പറയുന്നുണ്ട്, ഇങ്ങനെയാണ്, ഇതുകൊണ്ടാണ് ഞാൻ ഈ ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യാനായിട്ട് വന്നത്, അപ്പോൾ എനിക്കങ്ങനെ വിചാരിച്ച പോലെ തെളിവുകളൊന്നും കണ്ടെത്താനായിട്ട് പറ്റിയില്ല, പക്ഷേ വാങ് എന്ന് പറഞ്ഞ ഒരാളെക്കുറിച്ച് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി എന്ന് പറയുന്നുണ്ട്. ഈ ഒരു വാങ്ങിനും ഷോവാൻ്റെ അച്ഛനുണ്ടായ അതേ സിറ്റുവേഷൻ തന്നെ ലൂഷി ഷാൻ്റെ അച്ഛൻ കാരണം വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു വാങ് എന്ന് പറഞ്ഞ ആളാണെങ്കിൽ ഒരു ഫർണിച്ചർ ഫാക്ടറിയാണ് നടത്തിക്കൊണ്ട് പോകുന്നത്. എന്നാൽ ആ ഒരു സ്ഥലം കിട്ടാനായിട്ട് അയാളുടെ ഫർണിച്ചർ ഫാക്ടറിയിലും എന്തോ പ്രശ്നമുണ്ടെന്നൊക്കെ പറഞ്ഞ് വരുത്തി തീർത്ത് അയാളുടെ ബിസിനസ് ഡൗൺ ആവുകയും അങ്ങനെ അയാളുടെ കുടുംബം നശിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഷോവൻ ആ ഒരു കാര്യമെല്ലാം തന്നെ ലൂഷി ഷാനെ അറിയിക്കുകയും എന്നിട്ട് ഞാൻ ഉടനെ തന്നെ അയാളുടെ ഫാമിലീനെ മീറ്റ് ചെയ്യാനായിട്ട് പോവുകയും ചെയ്യുമെന്ന് പറയുന്നുണ്ട്. എന്നാൽ ലൂഷി ഷാവ്, ഇനി ഞാൻ നിന്നെ തനിച്ച് വിടത്തില്ല, ഞാൻ നിൻ്റെ കൂടെ വരുമെന്ന് പറഞ്ഞിട്ട് അടുത്ത ദിവസം രണ്ടുപേരും ഒരുമിച്ചാണ് ആ ഒരു വീട്ടിലേക്ക് പോകുന്നത്. ആ ഒരു വീട്ടിൽ ഒരു മുത്തശ്ശിയും ഒരു കുഞ്ഞു പെൺകുട്ടിയായിരുന്നു ഉണ്ടായിരുന്നത്. ഷോവാൻ ആ മുത്തശ്ശിയോട് സംസാരിക്കാനായി നോക്കുമ്പോഴത്തേക്കും ആ മുത്തശ്ശിയാണെങ്കിൽ നിങ്ങൾ മീഡിയക്കാരാണെങ്കിൽ മര്യാദയ്ക്ക് ഇറങ്ങി പോകാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം ഷോവാൻ, അയ്യോ മുത്തശ്ശി, ഞങ്ങളാണെങ്കിൽ മീഡിയക്കാരല്ല എന്ന് പറയുന്നുണ്ട്. അതേസമയം മുത്തശ്ശി, ഞങ്ങൾ നിങ്ങൾക്ക് ഇനിയും പൈസ ഒന്ന് തീർക്കാനായിട്ടുണ്ടെങ്കിൽ പിന്നെ തന്നേക്കാം, നിങ്ങളിപ്പോൾ ഇറങ്ങി പോകുന്നു പറഞ്ഞിട്ട് അവരെ പുറത്താക്കി ഗേറ്റ് അടയ്ക്കാനായിട്ട് പോകുന്നുണ്ട്. ആ സമയം ഷോവാൻ ചോദിക്കുന്നുണ്ട്, വാങ്ങിൻ്റെ സത്യസന്ധത പുറത്ത് കൊണ്ടുവരേണ്ട, ആൾക്കാരുടെ മുന്നിൽ അയാൾ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കേണ്ടതെന്ന്. അത് കേൾക്കുമ്പോഴത്തേക്കും ആ ഒരു മുത്തശ്ശിയാണെങ്കിൽ ഷോവാൻ പറഞ്ഞ് ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ട്. അങ്ങനെ അവരെ തിരിച്ച് വീടിൻ്റെ അകത്തേക്ക് കയറ്റി കഴിയുമ്പോൾ ഷോവാൻ പറയുന്നുണ്ട്, എനിക്കും ഇതേ സെയിം അവസ്ഥ ഉണ്ടായിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ടും നിങ്ങളുടെ ഹെൽപ്പ് ചോദിക്കാനായിട്ടും ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നേക്കുന്നത്, ഞങ്ങൾക്ക് അതിൻ്റെ കുറച്ച് തെളിവും കാര്യങ്ങളും വേണം, എന്നാൽ മാത്രമേ ലൂഷി ഷാൻ്റെ അച്ഛൻ ചെയ്ത ആ ഒരു തെറ്റുകളെല്ലാം പുറത്ത് കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ, എന്നാലേ എല്ലാവരും സത്യസന്ധത തെളിയിക്കാനായിട്ട് പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം മുത്തശ്ശി, പക്ഷേ ഞങ്ങൾക്കൊന്ന് വാങ്ങിനോട് സംസാരിക്കണമെന്ന് പറയുന്നുണ്ട്. ഷോവാൻ അപ്പോൾ ആ ചോദിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, ഞങ്ങളാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ മീറ്റ് ചെയ്യാനായിട്ട് വന്നോളാം എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അവിടെ നിൽക്കുന്ന ഒരു കുഞ്ഞു പെൺകുട്ടിയുടെ അടുത്ത് നന്നായിട്ട് പഠിക്കണമെന്നല്ല ഷോവാൻ പറയുന്നുണ്ട്. അത് മാത്രമല്ല ഇവർക്ക് കഴിക്കാനായിട്ട് ഫുഡും സംഭവങ്ങളെല്ലാം തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം തന്നെ ലൂഷി ഷോവാൻ വീടിൻ്റെ അകത്തേക്ക് എടുത്ത് വെച്ചിട്ട് പിന്നെ വരാമെന്നൊക്കെ പറഞ്ഞിട്ട് ബായ് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്ന മെങ്ങിനെയാണ്. മെങ്ങിനും ജിയാങ് ഫാനും കല്യാണം കഴിഞ്ഞപ്പോൾ കിട്ടിയ ഒരു അപ്പാർട്ട്മെൻറ്റ് ഒരു ഏജൻറ്റ് വഴി ഇപ്പം മെങ്ങ് മറ്റൊരാൾക്ക് വിറ്റിരിക്കുകയാണ്. അങ്ങനെ ഒരു ഏജൻറ്റ് സംസാരിച്ച് കാര്യങ്ങളെല്ലാം സെറ്റാക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ അയാൾ താമസിക്കാൻ വരും, അതിന് മുന്നേ നിങ്ങൾ ലഗേജ് എല്ലാം എടുത്തുകൊണ്ട് ഇറങ്ങണമെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. ആ സമയം തന്നെ മെങ്ങ് ജിയാങ് ഫാനും മെസ്സേജ് ഇടുന്നുണ്ട്. മെങ്ങ് മെസ്സേജിൽ കൂടെ പറയുന്നുണ്ട്, ഞാനാണെങ്കിൽ ഒരു അപ്പാർട്ട്മെൻറ്റ് സെല് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ ക്യാഷ് കിട്ടി, ഞാൻ ഉടനെ തന്നെ നിനക്കുള്ള ക്യാഷ് ഇങ്ങനെ അയച്ചു തന്നേക്കാം, പിന്നെ ആ ഒരു ഏജൻറ്റിനെ മീറ്റ് ചെയ്യുന്ന ടൈമിന് വീടിൻ്റെ കീയും കൂടെ മറക്കാതെ നേപ്പിക്കണമെന്ന് പറയുന്നുണ്ട്. അവനാണെങ്കിൽ റിപ്ലൈ ആയിട്ട് ഓക്കെ എന്ന് പറയുന്നുണ്ട്. ആ സമയം തന്നെ മെങ്ങാണെങ്കിൽ അവളുടെ ലഗേജ് ഒക്കെ എടുത്തുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്ന നൈറ്റ് ടൈം ഈ വാങ് എന്ന് പറഞ്ഞ ആൾ അയാളുടെ വീട്ടിലേക്ക് വരുന്നതാണ്. മാസ്ക് ഒക്കെ വെച്ച് ആരും കാണാതെയാണ് വരുന്നത്. കാരണം ഇയാളാണെങ്കിൽ കടം കയറിയാണ് ഇത്രയും അവസ്ഥയിലായത്. അപ്പോൾ ഇയാൾ ദേഷ്യമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്, ഇയാളെ കണ്ടു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യും. അങ്ങനെ ഇപ്പോൾ ആരും കാണാതെ ഇയാൾ വീട്ടിലേക്ക് എത്തി കഴിയുമ്പോൾ മുത്തശ്ശിയുടെ അടുത്ത് മോളടുത്തൊക്കെ ഇനി സംസാരിച്ചിട്ട് ഫുഡ് കഴിക്കാനേ ഇരിക്കുന്നുണ്ട്. ആ സമയം ലൂഷി ഷായും ഷോവാനും മീറ്റ് ചെയ്യാമെന്ന കാര്യമെല്ലാം തന്നെ അവർ ഇയാളോട് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന വാങ്, എത്ര പേര് ഇതുപോലെ നമ്മളെ അടുത്തോട്ട് വന്നതാണ്, ആരെയും വിശ്വസിക്കരുതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ എന്ന് അവരോട് പറയുന്ന ടൈമിനെ മുത്തശ്ശി പറയുന്നുണ്ട്, അങ്ങനെയല്ല, ആ ഒരു വന്ന പെൺകുട്ടി അവളുടെ അച്ഛനും ഇതേ സെയിം അവസ്ഥ ഉണ്ടായിട്ടുണ്ട്, അവൾ നമ്മളെ ഹെൽപ്പ് ചെയ്യാനാണ് നോക്കുന്നത്, നല്ല പെൺകുട്ടിയായിട്ട് എനിക്ക് തോന്നുന്നതെന്ന് പറയുമ്പോൾ ശരിയാണെന്ന് ഞാൻ അവരോട് സംസാരിക്കാമെന്ന് വാങ് പറയുന്നുണ്ട്. അതേസമയത്ത് തന്നെ ആരോ വന്ന് ഇവരുടെ ഗേറ്റിൽ തട്ടുന്നുണ്ട്. അങ്ങനെ വാങ് പെട്ടെന്ന് വീടിൻ്റെ അകത്ത് കയറി ഒളിച്ചിരിക്കുകയാണ്. മുത്തശ്ശിയാണെങ്കിൽ ഡോർ ഓപ്പൺ ചെയ്യാനായിട്ട് പോകുന്നുണ്ട്.
അതിനുശേഷം ലൂഷിഷ്യാനെ ഷോവാനെ കാണിക്കുമ്പോൾ രണ്ടുപേരും ഇപ്പം ഇങ്ങനെ ഒരുമിച്ചിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ലൂഷിഷ്യാവ് ഷോവാൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നീയാണെങ്കിൽ ഈ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് കുഞ്ഞിലെ തൊട്ട് തന്നെ. പക്ഷേ ഇനി നിനക്ക് അങ്ങനെ യാതൊരു അവസ്ഥ ഉണ്ടാകത്തില്ല. കാരണം അങ്ങനെ വരാനായിട്ട് ഞാൻ സമ്മതിച്ച് കൊടുക്കത്തില്ല. ഞാൻ നിന്നെ നന്നായിട്ട് എന്നെ നോക്കൂന്ന് അവളോട് പറയുന്നുണ്ട്. സമയം ഷോവാനും പറയുന്നുണ്ട്, ഞാൻ തന്നെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. എന്നാലും നീ എന്നെ ഇങ്ങനെ സ്നേഹിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. നിന്നെ വേദനിപ്പിച്ചതിനൊക്കെ ഐ എം സോറി എന്ന് പറയാണ്. അടുത്ത ദിവസം വീണ്ടും ആ ഒരു വാങ്ങിൻ്റെ വീട്ടിലേക്ക് ഷോവാനും ലൂഷിഷ്യാവും പോകുന്നുണ്ട്. വാങ് വന്നായിരുന്നു, നിങ്ങൾ സംസാരിച്ചോ എന്നൊക്കെ മുത്തശ്ശിയോടൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും വാങ് വീടിൻ്റെ അകത്ത് തന്നെ ഉണ്ടായിരുന്നു. അയാളങ്ങനെ പുറത്തേക്ക് വന്നിട്ട് ഇവരുടെ അടുത്ത് ഡയറക്റ്റ് സംസാരിക്കാനേ തുടങ്ങുന്നുണ്ട്. അയാൾ ഇവരോട് പറയുന്നുണ്ട്, ഇന്നലെ രാത്രി വന്ന നിങ്ങളുടെ ആളുടെ കയ്യിൽ ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഫയലും സംഭവങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ടെന്ന്. അത് കേൾക്കുമ്പോൾ ലൂഷിഷ്യായും ഷോവാനും അതിന് ഇന്നലെ രാത്രി ആരാ വന്നതെന്നുള്ള രീതിയിൽ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോഴും നമ്മൾ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. ഇന്നലെ രാത്രി വാങ് മുത്തശ്ശിയും ആ ഒരു പെൺകുട്ടി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാളൊന്ന് ഡോറിൽ തട്ടിയെ നമ്മൾ നേരത്തെ കണ്ടതാണ്. മുത്തശ്ശി ഒന്ന് ഡോർ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും അത് മറ്റാരുമല്ല ജിയാങ്യാനായിരുന്നു. ജിയാങ്യാൻ അവനെ സ്വയം പരിചയപ്പെടുത്തുന്നുണ്ട്. താനാണെങ്കിൽ ഇന്ന ആവശ്യത്തിന് വേണ്ടി വന്നതാണെന്നൊക്കെ പറയുമ്പോൾ ഇതേ പേരും പറഞ്ഞ് രാവിലെ രണ്ടുപേരും വന്നായിരുന്നു എന്ന് മുത്തശ്ശി പറയുന്നുണ്ട്. ജിയാങ്യാൻ അപ്പോൾ വന്നവരാരാണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഷോവാനും ലൂഷിഷ്യായുമാണെന്ന് മുത്തശ്ശി പറയുന്നുണ്ട്. ആ സമയം ജിയാങ്യാൻ അവരാണോ, അവരുടെ ഫ്രണ്ട്സാണ്, ഞാൻ അവർക്ക് പകരമായിട്ട് ഇപ്പോൾ ഇങ്ങനെ വന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ അവർ വിശ്വസിച്ചിട്ട് അവൻ്റെ ഫയലൊക്കെ ഏൽപ്പിച്ചായിരുന്നു. ഇപ്പം ബാങ്ക് ആണെങ്കിൽ ആ കാര്യമൊക്കെ പറഞ്ഞിട്ട് എന്ത് പറ്റി എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നോക്കുമ്പോൾ ഷോവാനാണെങ്കിൽ ഇല്ല ഞങ്ങൾക്ക് പരിചയമുള്ള ആൾ തന്നെയാണെന്ന് പറയുന്നുണ്ട്. ഷോവാൻ പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് തന്നെ നമുക്കാണെങ്കിൽ തെറ്റ് ചെയ്തവരെ പുറത്തേക്ക് കൊണ്ടുവരാൻ നോക്കാമെന്ന്. ആ സമയം വാങ് പറയുന്നുണ്ട്, എനിക്കാണെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യണമെന്ന് ആഗ്രഹമില്ല. എനിക്ക് ഇതെല്ലാം മാറി കിട്ടിയിട്ട് എൻ്റെ മോളെ നന്നായിട്ട് നോക്കണം, അത് മാത്രമേ ആഗ്രഹമുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം പിന്നീട് അവർ പോകാനായിട്ട് നിൽക്കുന്ന സമയത്ത് ഷോവാനെ പെട്ടെന്ന് ജിയാങ്യാൻ മെസ്സേജ് അയച്ചിട്ട് എനിക്ക് നിന്നെ ഒറ്റയ്ക്കൊന്ന് മീറ്റ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ആ ഒരു മെസ്സേജ് ഷോവാൻ ലൂഷിഷ്യായ്ക്കും കാണിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ജിയാങ്യാനെ ഷോവാൻ മീറ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് രണ്ടുപേരും കൂടിയായിട്ട് പോയത് ഷോവാൻ്റെ അച്ഛൻ്റെ ഫാക്ടറി ആയിരുന്നു. ഇപ്പോൾ റിസോർട്ടായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ആ ഒരു സ്ഥലത്തേക്കാണ്. അങ്ങനെ അവിടെ വെച്ച് സംസാരിക്കുമ്പോൾ ഷോവാൻ നിനക്കിതൊക്കെ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ഞാനാണെങ്കിൽ ഇപ്പോൾ സ്ട്രാറ്റജിക് ഡയറക്ടറായിട്ടല്ലേ ഇരിക്കുന്നത്. അപ്പോൾ ഓഫീസിലെ ഫയൽസ് എല്ലാം എനിക്ക് ഈസി ആയിട്ട് ആക്സസ് കിട്ടും. ഞാൻ അങ്ങനെ നോക്കിയപ്പോഴാണ് എനിക്ക് എന്തൊക്കെ സംശയം തോന്നിയിട്ട് എനിക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയെന്ന് പറയുന്നുണ്ട്. അത് മാത്രമല്ല ഇന്നലെ കിട്ടിയ വാങ്ങിൻ്റെ ഫയൽസിൻ്റെ അകത്തുനിന്ന് കോൾ ഹിസ്റ്ററി, ചാറ്റ്, അയാളെ കാണാവുന്ന ഡീലർ, അവരുടെ എല്ലാവരും ഡീറ്റെയിൽസ് ഉണ്ടായിരുന്നു. എന്നാൽ അയാളെ മീറ്റ് ചെയ്യാവുന്ന ഡീലറും നിൻ്റെ അച്ഛനായിട്ട് മീറ്റ് ചെയ്യാവുന്ന ഡീലറും രണ്ടും രണ്ടാൾക്കാരാണ്. സെയിം ആൾക്കാരായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഈ ഒരു കേസുകൾ പുറത്തു കൊണ്ടുവരാൻ ഈസി ആയിരുന്നു തന്നെ. എന്നാലും കുഴപ്പമില്ല, നമുക്ക് എങ്ങനെയും ചെയ്തെടുക്കാമെന്ന് പറയുന്നുണ്ട്. അത് മാത്രമല്ല ഷോവാൻ്റെ അടുത്ത് അവൻ പറയുന്നുണ്ട്, ലൂഷിഷ്യ അവന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എനിക്കും ചെയ്യാൻ പറ്റും, പക്ഷെ അവന് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ പോലും ചെയ്യാൻ ഞാൻ തയ്യാറാണ്. അപ്പോൾ പിന്നെ അവനെ വിട്ടിട്ട് നിനക്ക് എന്നെ ചൂസ് ചെയ്തൂടെ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഇത് കേൾക്കുന്ന ഷോവാനാണെങ്കിൽ അപ്പോൾ ഇങ്ങനൊരു ഡീല് വയ്ക്കാനാണോ നീ എന്നെ വിളിച്ചു വരുത്തിയത് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ജിയാങ്യാൻ ഒരിക്കലും അല്ലാന്ന് പറയുന്നുണ്ട്. ഷോവാനാണെങ്കിൽ പിന്നെ വേറെ എന്തല്ലാന്ന്, നിൻ്റെ അടുത്ത് ഇത്രയും വർഷമായിട്ട് നമ്മൾ കൂട്ടുകാരായപ്പോൾ തൊട്ട് ഇത്രയും വർഷം വരെ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ തന്നെ ഞാൻ അതിനോട് ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാണ്, ഞാൻ നിൻ്റെ ഫ്രണ്ടായിട്ട് മാത്രമേ കണക്കാക്കിയിട്ടുള്ളൂ എന്ന്. 10 വർഷങ്ങൾക്ക് മുന്നേ ലൂഹേരെടുത്ത് ഞാൻ തിരിച്ച് ഈ നാട്ടിലോട്ട് വന്ന കാര്യം പോലും അറിയിച്ചത് നീയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ നീ അത് അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ലാന്നും എനിക്കറിയാൻ പറ്റുന്നൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ട് നിൽക്കാത്തത്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയണം, ഇപ്പം നീ ചെയ്ത ഭയങ്കര മോശം കാര്യമാണ്. ഞാൻ ലൂഷിഷ്യാനെ സ്നേഹിക്കുന്നത് അവനാണെങ്കിൽ എന്നെ ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ടും അങ്ങനെയൊന്നും അല്ല, ഞാൻ അവനെ ഒരുപാട് മനസ്സിലാക്കിയിട്ടുള്ളതുകൊണ്ടും അവൻ എൻ്റെ കൂടെ നിൽക്കുന്നത് കൊണ്ടാണ്. പിന്നെ നീയാണെങ്കിൽ ഇപ്പോൾ ഈ വാങ്ങിൻ്റെ ഡീറ്റെയിൽസ് തരാം, അതിന് പകരമായിട്ട് ഞാൻ ലൂഷിഷ്യ അവനെ വിട്ടിട്ട് പറഞ്ഞു നിന്നെ സ്നേഹിക്കണം എന്ന് പറയുന്ന ഒരു കാര്യം അതിന് ഒരിക്കലും നടക്കാനായിട്ട് പോകുന്നില്ല. എനിക്ക് നിൻ്റെ ഹെൽപ്പിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ട് തന്നെ നമ്മളിതൊക്കെ വിടുന്നതാണ് നല്ലതെന്ന് പറഞ്ഞിട്ട് ഷോവാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. ഷോവാൻ അവിടെ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ലൂഷിഷ്യാവോ അവളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവൻ എന്തായെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ഇല്ല, അവൻ്റെ അടുത്ത് നിന്ന് വാങ്ങിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടത്തില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം കുഴപ്പമില്ല, വാങ്ങിനെ മീറ്റ് ചെയ്യാൻ പോയ ഒരു ഡീലർ ആരാണെന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. അയാളുമായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്ത് അയാൾ സംസാരിച്ച് എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ നമുക്ക് വലിയൊരു ഉപകാരമാവുമെന്ന് ലൂഷിഷ്യാവ് പറയുമ്പോൾ ഷോവാനാണെങ്കിൽ താങ്ക് യു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. സമയം ലൂഷിഷ്യാവ് താങ്ക് യു മാത്രമേ ഉള്ളൂ, ഒരു കിസ്സൊക്കെ കൂടെ തന്നൂടെ നോക്കുമ്പോഴത്തേക്കും ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ടെന്നൊക്കെ ഷോവാൻ പറയുന്നുണ്ട്. അതിനുശേഷം പിന്നീട് വീണ്ടും ജിയാങ്യാനെ കാണിക്കുകയാണെങ്കിൽ അവനിപ്പോൾ ഓഫീസിലേക്ക് വരുന്ന സമയത്ത് ലൂഷിഷ്യാവിൻ്റെ അച്ഛൻ അവനെ സംസാരിക്കാനായിട്ട് വിളിച്ചു വരുത്തുന്നുണ്ട്. അയാൾ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളൊന്നും നീ എന്നെ അറിയിക്കാത്തത്? ആരോട് ചോദിച്ചിട്ടാണ് സ്റ്റാർ സി എന്ന് പറഞ്ഞിട്ടുള്ള ഹുവാങ് എന്ന് പറഞ്ഞ അയാളുടെ കമ്പനിയുമായിട്ടുള്ള ഡീൽ നിങ്ങൾ നിർത്തിയിട്ട് പുതിയൊരു കമ്പനിയുടെ ഡീൽ എടുത്തത്? അയാളുമായിട്ട് എത്ര വർഷമായിട്ട് ഡീലിൽ മുന്നോട്ട് പോകാണെന്ന് നിനക്കറിയാവോ? ഇതൊക്കെ നിനക്ക് എന്നെ അറിയിച്ചുകൂടി, ഇതൊക്കെ നോക്കാനല്ലേ ഞാൻ നിന്നെ അത് ഏൽപ്പിച്ചതെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. സമയം ജിയാങ്യാൻ പറയുന്നുണ്ട്, ഞാൻ നല്ല ഇൻ്റലിജൻ്റ് ആണ്, ടാലൻറ്റഡ് ആണ്, എന്നെക്കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ, എന്തെങ്കിലും സംഭവിച്ചെങ്കിൽ ഹെഡ് ക്വാർട്ടേഴ്സിനോട് സംസാരിക്കാൻ പറ്റുന്ന ആൾ ഞാനാണ് എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ നിങ്ങൾ എന്നെ അതിൽ കൊണ്ട് ജോയിൻ ചെയ്യിപ്പിച്ചത്. എന്നാൽ പ്രശ്നം ഉണ്ടാകുന്ന രീതിയിൽ അങ്ങനെ ഒന്നും ഉണ്ടായതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഹുവാങ്ങിനെ മാറ്റിയിട്ട് പുതിയൊരു കമ്പനീനെ എടുത്തതും റോങ് ആയിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്നവൻ പറയുന്നുണ്ട്. കേൾക്കുന്ന ലൂഷിഷ്യാവിൻ്റെ അച്ഛൻ എത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കും, നിനക്ക് ഈ ജോലി എന്ന ഞാനാണ്, ഈ ജോലി നിന്നെ പറഞ്ഞു വിടാനും എന്നെ കൊണ്ട് പറ്റുമെന്ന് പറയുമ്പോൾ ജിയാങ്യാനാണെങ്കിൽ ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യാമെന്ന് നോക്കണ്ട, നിങ്ങൾ എന്ത് ചെയ്താലും എനിക്ക് യാതൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അവൻ പോകാനേ തുടങ്ങുന്നുണ്ട്. എന്നാൽ അയാൾ അവനെ തടഞ്ഞു നിർത്താണ്.
അയാൾ പറയുന്നുണ്ട്, മോനെ അച്ഛൻ പറയുന്നതെന്ന് കേൾക്ക്, ഇതിൻ്റെ എല്ലാം അവകാശിയാവേണ്ട നീയാണ്, ഇതെല്ലാം ഡിസേർവ് ചെയ്യുന്ന നീയാണ്, നീ ലൂഷിഷാവിനെ പോലെയല്ല, നിനക്കാണ് ഇതിനെല്ലാത്തിനുള്ള ഒരു അവകാശം കിട്ടേണ്ടത്, നീയാണ് ഇതിന് പറ്റിയ ആളെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ അവരാണെങ്കിൽ ഇതിലൊന്നും ഞാൻ ഇനി വീഴത്തില്ല എന്ന രീതിയിൽ പറഞ്ഞ ശേഷം അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. ആ സമയം അയാളുടെ സ്റ്റാഫ് അങ്ങോട്ടേക്ക് എന്നിട്ട്, സാർ എനിക്കിപ്പോൾ ഒരു കാര്യം അറിയാനായിട്ട് പറ്റിയ ഷോവാനും ലൂഷിഷാവും കൂടെ ആയിട്ട് വാങ് എന്ന് പറഞ്ഞ അയാളെ മീറ്റ് ചെയ്യാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ശേഷം കാണിക്കുന്ന വാങ്ങിനെയാണ്. ഇപ്പം അയാളാണെങ്കിൽ മറ്റാൾക്കാർ ഇയാൾ അന്വേഷിച്ച് വരുന്നതിന് മുമ്പേ വീണ്ടും ഒളിവിൽ പോകാനായിട്ട് വീട്ടിൽ നിന്ന് ബായ് പറഞ്ഞ് ഇറങ്ങാനേ നിൽക്കുന്നുണ്ട്. എന്നാൽ മോളാണെങ്കിൽ അച്ഛാ പോകണ്ട, നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇപ്പോൾ ആൾക്കാർ വന്നല്ലോ, അച്ഛൻ ഇനി ഫ്രീ ആയിട്ട് താമസിക്കാം, അച്ഛൻ പോകണ്ട, അച്ഛനാണെങ്കിൽ എല്ലാവരും മുന്നിൽ കൂടെ ഇറങ്ങി നടക്കാനും പറ്റും, പ്ലീസ് പോവല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ അയാളാണെങ്കിൽ ഇല്ല മോളെ, ഞാൻ പോയിട്ട് പിന്നീട് എന്തായാലും വരാമെന്ന് പറഞ്ഞിട്ട് പോകാനേ നിൽക്കുന്ന സമയത്താണ് ഇയാൾ വീട്ടിലുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഇയാൾക്ക് പൈസ കൊടുത്ത് തീർക്കാനുള്ള കുറച്ച് ആൾക്കാർ അങ്ങോട്ടേക്ക് കയറി വരുന്നത്. അയാളപ്പോൾ പറയുന്നുണ്ട് ഇങ്ങനെ എത്രയും പെട്ടെന്ന് പൈസയൊക്കെ തരാമെന്ന്. എന്നാൽ അവരാണെങ്കിൽ വിശ്വസിക്കാൻ നിൽക്കാതെ ഇയാൾ അടിക്കാനേ തുടങ്ങുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് ലൂഷിഷാവോ വർക്ക് കഴിഞ്ഞ് ഇറങ്ങാനേ നിൽക്കുമ്പോൾ ഷോവാനെയും കോൾ ചെയ്തിട്ട് നിൻ്റെ വർക്ക് കഴിയാറായോ ഇറങ്ങാറായോ എന്നൊക്കെ ഇനി ചോദിക്കുന്നുണ്ട്. ഷോവാനപ്പോൾ ഞാൻ എന്താ ലിഫ്റ്റിലേക്ക് കയറാനായിട്ട് പോവാണെന്ന്, ഞാനിപ്പോൾ താഴെ വെച്ച് നിന്നെ മീറ്റ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. ആ സമയം ലൂഷിഷാവോ എനിക്കാണെങ്കിൽ ഒരാളുടെ അഡ്രസ്സ് കിട്ടിയിട്ടുണ്ട്, നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോകാമെന്ന് പറയുന്നുണ്ട്. ഒരുപക്ഷെ ഡീലറിൻ്റെ അഡ്രസ്സ് ആയിരിക്കും അവന് കിട്ടിയിരിക്കുന്നത്. അവനപ്പോൾ ഓക്കെ ഞാൻ ഇപ്പോൾ തന്നെ വരാമെന്ന് പറയുന്നുണ്ട്. ആ ടൈമിന് പെട്ടെന്ന് ഫോണിൽ കൂടെ എന്തോ ഒരു ശബ്ദം കേൾക്കുകയും കോൾ കട്ടാവുകയും ചെയ്യുന്നുണ്ട്. ടെൻഷനാവുന്ന ലൂഷിഷാവ് ലിഫ്റ്റിൻ്റെ അങ്ങോട്ടേക്ക് പോയി നോക്കുമ്പോൾ അവിടെ ഷോവാൻ്റെ ബാഗ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ലൂഷിഷാവ് ഉടനെ തന്നെ പോയിട്ട് CCTV എല്ലാം ചെക്ക് ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് വാങ് ആണ് ഷോവാനെ പിടിച്ചുകൊണ്ട് പോയതെന്ന് അവന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. എന്നാൽ വാങ് എന്തിന് അവളെ കൊണ്ടുപോയി എന്ന് അവൻ ചിന്തിക്കുന്നുണ്ട്. എന്നിട്ട് ഉടനെ തന്നെ അവിടെ നിൽക്കുന്ന ആളെടുത്ത് പോലീസ് വരുന്ന സമയത്ത് വാങ് എന്ന് പറഞ്ഞ ഒരാളാണ് കൊണ്ടുപോയതെന്നും അയാൾക്ക് മുമ്പ് ഒരു ഫർണിഷിംഗ് ഫാക്ടറി ഉണ്ടെന്നുള്ള കാര്യമെല്ലാം അറിയിക്കണമെന്ന് പറഞ്ഞിട്ട് ലൂഷിഷാവ് നേരെ അവിടെ നിന്ന് പോകുന്നുണ്ട്. ലൂഷിഷാവ് പാർക്കിംഗ് ഏരിയയിൽ എത്തുമ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് ജിയാങ്യാൻ വരുന്നുണ്ട്. ജിയാങ്യാൻ എന്ത് പറ്റി നോക്കുമ്പോഴത്തേക്കും നീ കൂടുതൽ ഡയലോഗൊന്നും അടിക്കരുത്, ഷോവാനെ ആ വാങ് പിടിച്ചുകൊണ്ട് പോയി എന്ന് പറയുമ്പോഴത്തേക്കും ജിയാങ്യാൻ ഞാൻ നേരത്തെ ആ ഒരു വാങ്ങിനെ പറ്റി അന്വേഷിച്ചായിരുന്നു, അയാളാണെങ്കിൽ ഒളിവിൽ താമസിച്ചുകൊണ്ടിരുന്നത് അയാൾ തന്നെ ഒരു സൈറ്റിലാണ് പഴയ, ആ സൈറ്റ് എനിക്ക് എവിടെയാണെന്ന് അറിയാം, നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോകുന്നത് എന്നോട് വരാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ലൂഷിഷാവ് വേറെ ഒന്നും ചിന്തിക്കാൻ നിൽക്കുന്നില്ല, ജിയാങ്യാൻ്റെ കൂടെ കാറിൽ കയറി പോകുന്നുണ്ട്. കാറിൽ അവർ ഒരുമിച്ച് പോകുന്ന സമയത്ത് ജിയാങ്യാൻ പറയുന്നുണ്ട് 10 വർഷങ്ങൾക്ക് മുന്നേ ലൂഹയുടെ അടുത്ത് നിങ്ങൾ തിരിച്ച് നാട്ടിൽ വന്നു എന്നൊക്കെ പറഞ്ഞത് ഞാനായിരുന്നു, അതിന് നീ എന്നോട് ക്ഷമിക്കണം, അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, അറിയാതെ പറ്റിപ്പോയതാണ്, അത് മാത്രമല്ല എല്ലാവരും എപ്പോഴും നിന്നെ മാത്രം നമ്പർ 1 ആയിട്ട് കണക്കാക്കുമ്പോൾ എനിക്കൊന്ന് ഭയങ്കര ഇൻസെക്യൂരിറ്റി ഫീലായി, അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പലതും ചെയ്ത് കൂട്ടിയിട്ടുള്ളത്, ഐ എം റിയലി സോറി എന്നൊക്കെ പറയുമ്പോൾ ലൂഷിഷാവ് ഇപ്പോൾ അതിനുള്ള സമയമൊന്നുമല്ല, നീ അതൊക്കെ വിട്ടേക്കാനായിട്ട് പറയുന്നുണ്ട്. ആ ഒരു സൈറ്റിലേക്ക് എത്തിക്കഴിയുമ്പോൾ ജിയാങ്യാൻ പറയുന്നുണ്ട് ഇവിടെ ഒത്തിരി ഫാക്ടറീസ് ഉണ്ട്, സോ നമുക്കാണെങ്കിൽ മാറി മാറി ഓരോന്ന് പോയിട്ട് അന്വേഷിക്കാമെന്ന്. അതേസമയത്ത് തന്നെ അവിടെയുള്ള ഒരു ഫാക്ടറിയിലായിട്ട് വാങ് ആണെങ്കിൽ ഷോവാനെയും പിടിച്ചുകൊണ്ടിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. അവിടെ ഈ സ്ഥലം ഏതെന്ന് അറിയാമോ എന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങളുടെ ഫാക്ടറി ആണെന്ന് എനിക്ക് അറിയാമെന്ന് പറയുന്നുണ്ട്. വാങ് പറയുന്നുണ്ട് ഞാൻ എൻ്റെ സഹോദരന്മാരുടെ കൂടെയാണ് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്, പിന്നീട് ഞാൻ എൻ്റെ പൈസയ്ക്ക് തന്നെ ഈ ഫാക്ടറി വാങ്ങിച്ചു, ഇപ്പം ഞാൻ ഒളിച്ച് താമസിക്കുന്നത് ഇവിടെയാണ്, എനിക്ക് സ്വന്തമായിട്ടുണ്ടായിരുന്ന എല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ ഷോവാനാണെങ്കിൽ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ തയ്യാറാണ്, എനിക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ പറ്റും, കാരണം എൻ്റെ അച്ഛനും ഇതേ അവസ്ഥ തന്നെയാണ് ഉണ്ടായത്, അവസാനം എൻ്റെ അച്ഛൻ മരിച്ചു പോകുക വരെ ചെയ്തു എന്ന് പറയുന്നുണ്ട്. അങ്ങപ്പോൾ എന്നെ അങ്ങനെ പറ്റിക്കാൻ നീ വിചാരിക്കേണ്ട, അന്ന് നിൻ്റോടൊന്ന് ലൂഷിഷാവെന്ന് പറഞ്ഞ പയ്യൻ അവൻ്റെ അച്ഛൻ കാരണമാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതം ഇപ്പോൾ നശിച്ചിരിക്കുന്നത്, അപ്പോൾ അയാളുടെ മകൻ തന്നെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതാണോ നീ വിചാരിക്കുന്നത്, എന്താ നീ അവരുടെ കൂടിയിട്ട് എന്നെ നശിപ്പിക്കാൻ നോക്കുകയാണെന്ന് ചോദിക്കുമ്പോൾ ഷോവാൻ അങ്ങനെയൊന്നും ഇല്ലയെന്ന് പറയുന്നുണ്ട്. അതേസമയം അവരുള്ള അതേ സ്ഥലത്തേക്ക് ലൂഷിഷാവ് എത്തിയിട്ടുണ്ടായിരുന്നു. ശബ്ദം കേൾക്കുമ്പോൾ അയാൾ നേരെ ആ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാണ്. ലൂഷിഷാവ് അടുത്തേക്ക് വരാതിരിക്കാനായിട്ട് അയാൾ നിൽക്കുന്നതും ഷോവാൻ ഇരിക്കുന്ന റൂമിൻ്റെ ഏരിയയിലൊക്കെ ആയിട്ട് അയാൾ പെട്രോളൊക്കെ ഇങ്ങനെ ഒഴിച്ചിടുന്നുണ്ട്. ആ സമയം ലൂഷിഷാവാണെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ എന്ത് പ്രശ്നം വേണമെങ്കിലും എൻ്റെ അടുത്ത് തീർത്തോ, പക്ഷേ അവളെ വിട്ടേക്കാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം ഞാൻ നിങ്ങൾ എല്ലാവരും കൊന്നുകളി, ആരെങ്കിലും വെറുതെ വിടത്തില്ല, എൻ്റെ നിങ്ങളോട് ഉണ്ടായിരുന്നൊരു പേര് ഒരു ഡീറ്റെയിൽസ് വാങ്ങിച്ചുകൊണ്ട് പോയില്ല, അതുവരെ നിങ്ങൾ കൊണ്ട് കളഞ്ഞില്ല, അതെന്തെങ്കിലും നിങ്ങളുടെ കൈ കിട്ടുമോ, നിങ്ങളെല്ലാവരും എന്നെ പറ്റിക്കാൻ നോക്കല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയത്ത് തന്നെ ഷോവാനാണെങ്കിൽ അവളുടെ കയ്യിൽ ഒരു കെട്ടെല്ലാം തന്നെ ഇങ്ങനെ അഴിക്കുന്നുണ്ടായിരുന്നു. ഈ നേരം കൊണ്ട് ഇയാളും ലൂഷിഷാവും തമ്മിൽ ചെറിയൊരു ഫൈറ്റ് തുടങ്ങുന്നുണ്ട്. അയാളുടെ കയ്യിൽ ഒരു കത്തി ഉണ്ടായിരുന്നു. അയാളാണെങ്കിൽ ലൂഷിഷാവിനെ കുത്താനായിട്ട് പോകുന്ന സമയത്ത് ഷോവാൻ വന്നിട്ട് ഇയാളെ പിടിച്ച് മാറ്റുന്നുണ്ട്. കഴിഞ്ഞ തവണ ലൂഷിഷാവ് അവളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇരുന്നപ്പോഴാണ് അവൻ്റെ നെഞ്ചിൽ ആ ഒരു കത്തി കൊണ്ടത്, അതുകൊണ്ട് തന്നെ ഇത്തവണ അവനൊന്നും സംഭവിക്കാതിരിക്കാനായിട്ട് അവൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് പെട്ടെന്ന് ജിയാങ്യാൻ അങ്ങോട്ടേക്ക് വന്ന് ഇയാൾ അടിച്ചിട്ട ശേഷം ഞാൻ കറക്റ്റ് ടൈമിനാണ് വന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ലൂഷിഷാവ് അതേ കറക്റ്റ് ടൈമിനാണ് വന്നത്, താങ്ക് യു എന്ന് പറയുന്നുണ്ട്. പിന്നീട് വീട്ടിലെത്തി കഴിയുന്ന സമയത്ത് ആ ഒരു വാങ് എന്ന് പറഞ്ഞ ഒരാൾ തട്ടിക്കൊണ്ടുപോകാൻ നോക്കി, അതുകൊണ്ട് ഇയാൾ അറസ്റ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ന്യൂസൊക്കെ ഇപ്പോഴേ പോയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതേസമയം തന്നെ ലൂഷിഷായുടെ കൈയാണെങ്കിൽ വാങ്ങിൻ്റെ കയ്യിരുന്ന കത്തിയായിരുന്നു ചെറുതൊട്ടൊന്ന് മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ അതിലെല്ലാം തന്നെ ഷോൻ മരുന്ന് വെച്ച് ഇങ്ങനെ കെട്ടിക്കൊടുക്കുന്നുണ്ട്. പിന്നീട് ലൂഷിഷാവ് കുളിച്ചിട്ട് വരുന്ന സമയത്തായപ്പോലും അവൻ്റെ കൈ വയ്യാത്തതുകൊണ്ട് അവൻ്റെ മുടിയെല്ലാം തന്നെ ഡ്രൈ ചെയ്ത് കൊടുക്കുന്നത് ഷോവാനാണ്. ആ സമയം ലൂഷിഷാവ് പറയുന്നുണ്ട് ഒരു സാഡ് ന്യൂസ് ഉണ്ട്, അന്ന് നിൻ്റെ അച്ഛൻ്റെ ബിസിനസ് ഡൗൺ ആവാനായിട്ട് എൻ്റെ അച്ഛൻ്റെ കൂടെ നിന്ന് ഹെൽപ്പ് ചെയ്ത സപ്ലയർ ആയിട്ടുള്ള അയാളെങ്ങനെ അന്വേഷിച്ച് പോയായിരുന്നു, എന്നാൽ അയാളാണെങ്കിൽ മരിച്ചുപോയി, അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ നിൻ്റെ അച്ഛൻ്റെ ആ ഒരു തകർച്ചയ്ക്ക് കാരണം എൻ്റെ അച്ഛനാണെന്ന് തെളിയിക്കുന്ന ഡയറക്റ്റ് തെളിവുകളോ ഒന്നും തന്നെ ഇല്ല, സോ അതിങ്ങനെ തെളിയിക്കാനായിട്ട് ഭയങ്കര പാടായിരിക്കും, കോടതി പോയാലും എളുപ്പത്തിൽ നടക്കത്തില്ല എന്ന് പറയുന്നുണ്ട്. ഷോവാനപ്പോൾ അത് കുഴപ്പമില്ല, എങ്ങനെയും നിൻ്റെ അച്ഛൻ തെറ്റുകാരനാണെന്ന് പബ്ലിക്കിലുള്ള ആൾക്കാർ അറിയണം, അതാണ് എൻ്റെ മെയിൻ ലക്ഷ്യമെന്ന് പറയുന്നുണ്ട്. ആ സമയം ഷോവാന് ഒരു കോൾ വരുന്നുണ്ട്. അവളാണെങ്കിൽ അത് അറ്റൻഡ് ചെയ്ത് നോക്കുമ്പോൾ അത് അവളുടെ അമ്മയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ
മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അവളുടെ അമ്മ പറയുന്നുണ്ട് ഞാൻ ന്യൂസ് കണ്ടായിരുന്നു, ഇനി ഇതിനെ നാളെ ഒന്ന് മീറ്റ് ചെയ്യണമെന്ന്. അങ്ങനെ അടുത്ത ദിവസം ആകുമ്പോഴത്തേക്കും ഷോവാൻ അവളുടെ അമ്മേനെ മീറ്റ് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. ഷോവാനെ കാണുമ്പോൾ അമ്മയാണെങ്കിൽ നീ നല്ല മെച്ചുവർ ആയല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ഷോവാനാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് എന്താണ് സംസാരിക്കാനുള്ളത് എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം അവളുടെ അമ്മ പറയുന്നുണ്ട് നീ നിൻ്റെ അച്ഛൻ്റെ കാര്യം ഇങ്ങനെ അന്വേഷിച്ച് ഇതുവരെ എത്തുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. ഞാൻ വിചാരിച്ചു നീ പകുതിക്ക് വെച്ച് നിർത്തുമെന്ന്. എന്നാൽ നീയാണെങ്കിൽ അന്വേഷിച്ച് ഇതുവരെ എത്തിയില്ല. അപ്പോൾ പിന്നെ നിനക്ക് ആവശ്യം വരുന്ന ഒരു സംഭവം എൻ്റെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കുറച്ച് പേപ്പേഴ്സ് എടുത്ത് കൊടുക്കുന്നുണ്ട്. അത് നോക്കുമ്പോഴത്തേക്കും ആ സമയത്ത് ഉണ്ടായിരുന്ന ഡീലേഴ്സിൻ്റെയും പ്രോഡക്ട്സിൻ്റെയും മെറ്റീരിയൽസിൻ്റെയൊക്കെ ഒരുപാട് കാര്യങ്ങളായിരുന്നു. അവളുടെ അമ്മ ഗുയോയാൻ പറയുന്നുണ്ട് ആ സമയത്ത് ഈ വക കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരുന്ന ഞാനാണ്, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പേപ്പേഴ്സ് എല്ലാം എൻ്റെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നിനക്ക് ഇത് ആവശ്യം വരുമെന്ന് എനിക്ക് തോന്നി. ഇനി നമ്മൾ കണ്ടെന്ന് വരത്തില്ല. എന്തായാലും നീ നന്നായിട്ടിരിക്കുക. നീയാണെങ്കിൽ ഇത്രയും വരെ എത്തിയില്ലേ, എനിക്ക് മനസ്സിലാക്കാൻ പറ്റി ഇപ്പോൾ നീ എന്നെ പോലെ ഒരാളല്ലാന്ന്. പക്ഷേ നീ എൻ്റെ മകളായതിൽ എനിക്ക് നല്ല അഭിമാനം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവളുടെ അമ്മ അവിടെ നിന്ന് പോകുന്നുണ്ട്. ശേഷം അടുത്ത ദിവസം രാവിലെ തന്നെ ഷോവാൻ ഈ കിട്ടിയ തെളിവുകളെല്ലാം കൊണ്ട് എല്ലാ കാര്യങ്ങളും സോൾവ് ചെയ്യാനായിട്ട് പോകാനായി നിൽക്കുന്നുണ്ട്. ആ സമയം ലൂഷി ഷാവ് ഞാനും വരണമെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഷോവാനാണെങ്കിൽ ഇല്ല വേണ്ട എല്ലാം ഞാൻ റെഡിയാക്കാമെന്ന് പറയുമ്പോൾ ലൂഷി ഷാവ് ഞാൻ തന്നെ കാത്തിരിക്കുന്നുണ്ടായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഒരു ഹഗ്ഗൊക്കെ അവൾക്ക് കൊടുക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ലാനിയോ ഗ്രൂപ്പിൻ്റെ ഒരു മീറ്റിംഗ് നടക്കുന്നതാണ്. അതിൽ കിലാൻ, ലൂഷി ഷാവിൻ്റെ അച്ഛൻ എല്ലാവരും ഉണ്ട്. ഇപ്പോൾ ആ ഒരു വാങ്ങിൻ്റെ ന്യൂസ് ഇങ്ങനെ പുറത്ത് വന്നപ്പോൾ തന്നെ ഈ വാങ്ങിന് മുമ്പ് ഇങ്ങനെ കുറേ പ്രശ്നം ഉണ്ടായതും ആ ഒരു ഫാക്ടറി പ്രശ്നത്തിൽ നമ്മുടെ ലൂഷി ഷാവിൻ്റെ അച്ഛൻ ഇടപെടുന്നതായിട്ടും അങ്ങനെ കുറേ കാര്യങ്ങൾ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പരമായിട്ട് എന്തെങ്കിലും സത്യം ഉണ്ടോ എന്നൊക്കെ അറിയാനായിട്ട് ഒരു മീറ്റിംഗ് നടത്തുന്നത്. ആ സമയം കിലാനാണെങ്കിൽ സത്യം ഉണ്ടാവും എന്നൊക്കെ പറയുമ്പോൾ ലൂഷി ഷാവിൻ്റെ അച്ഛൻ അതൊക്കെ വെറും റൂമറാണെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം ഷോവാൻ അങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട്. അവളെ കാണുന്നതും ലൂഷി ഷാവിൻ്റെ അച്ഛൻ നീ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം കിലാനാണെങ്കിൽ ഞാനാണ് അവളെ വിളിച്ചത്, അവൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങളെല്ലാവരും അറിയിക്കാനുണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഷോവാൻ്റെ അടുത്ത് സംസാരിച്ചോളാനായിട്ട് ഇങ്ങനെ ഡയറക്ടർ പറയും. ഷോവാൻ കാര്യങ്ങൾ പറയാനായിട്ട് തുടങ്ങുന്നുണ്ട്. ആദ്യം തന്നെ ഷോവാൻ പറയുന്നുണ്ട് ഞാനിപ്പോൾ നടക്കുന്ന ഈ റിസോർട്ട് പ്രോജക്റ്റിൻ്റെ ടീമിൽ നിന്ന് റിസൈൻ ചെയ്യുവാണെന്ന്. എന്നിട്ട് അവളാണെങ്കിൽ വാങ്ങിൻ്റെ കാര്യം അവളുടെ അച്ഛൻ്റെ കാര്യം എല്ലാം തന്നെ ചേർത്തിട്ട് കിട്ടിയ എല്ലാ തെളിവുകളും വെച്ചിട്ട് ഒരു പ്രൊജക്ടറിൽ വീഡിയോ ആയിട്ട് എല്ലാം തന്നെ ഇങ്ങനെ പ്രസൻറ്റേഷൻ കാണിച്ച ശേഷം നടക്കുന്ന കാര്യങ്ങളും ലൂഷി ഷാൻ്റെ അച്ഛൻ ചെയ്ത തെറ്റുകളും എല്ലാം തന്നെ എല്ലാവരും ഇപ്പോൾ അറിയിക്കുന്നുണ്ട്. തെളിവുകൾ സഹിതം ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവർക്കും അത് സത്യമാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുമുണ്ട്. എല്ലാം പറഞ്ഞു കഴിഞ്ഞ് ഷോവാനാണെങ്കിൽ ഇറങ്ങാനായി നിൽക്കുന്ന സമയത്ത് ലൂഷി ഷാവിൻ്റെ അച്ഛൻ്റെ അടുത്ത് എൻ്റെ അച്ഛൻ്റെ പേരെന്താ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, അത് ഷോജിൻ ആണെന്ന് പറഞ്ഞ ശേഷം അവളോടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും അവളെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് ലൂഷി ഷാവ് വന്നിട്ടുണ്ടായിരുന്നു. അവളെ കാണുന്നതും ഓടി ചെന്ന് അവനാണെങ്കിൽ അവളെ ഹഗ് ചെയ്യുന്നുണ്ട്. അവിടെ നിന്ന് നേരെ ലൂഷി ഷാവ് ഷോവാനെയും കൊണ്ട് അവൻ്റെ മുത്തശ്ശനെ കാണാനാണ് പോകുന്നത്. ഇതേപോലെ പറയുന്നുണ്ട് എനിക്ക് ഇവളെ ഇഷ്ടമാണ്, ഞാൻ ഇവളുടെ കൂടെയാണ് ജീവിക്കാൻ പോകുന്നത്. എന്നാൽ മുത്തശ്ശനാണെങ്കിൽ നിനക്ക് വേറെ ഒരു പെണ്ണിനെയും കിട്ടില്ല, നീ പിന്നെ ഇവളെയും കൊണ്ടാണ് വന്നേക്കുന്നത്, ഇവളെ നിന്നെ യൂസ് ചെയ്യാണ്, പറ്റിച്ചതാണ്, നിനക്കൊന്നും അറിഞ്ഞൂടെ എന്നൊക്കെ മുത്തശ്ശൻ ചോദിക്കുമ്പോൾ ലൂഷി ഷാവ് എനിക്കെല്ലാം നന്നായിട്ട് അറിയാം, പക്ഷേ ഞാൻ സ്നേഹിക്കുന്നതും ഇവളെ തന്നെയാണെന്ന് പറയുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും മുത്തശ്ശൻ സമ്മതിക്കാനായിട്ട് തയ്യാറാവുന്നില്ല. ആ സമയം ലൂഷി ഷാവ് ഇവളുടെ അടുത്ത് നിന്ന് ബ്രേക്കപ്പ് ആവാൻ കാരണം തന്നെ നിങ്ങളല്ലേ ഇവളുടെ അടുത്ത് പോകണം അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് നിന്ന് ഒഴിവാക്കി വിട്ടത്. എന്നിട്ടിപ്പോൾ നിങ്ങളാണെങ്കിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവും, നിങ്ങൾ ചെയ്താലും തെറ്റുണ്ട്, എന്നാൽ ഞാൻ ഇവളെയാണ് സ്നേഹിക്കുന്നത്, ഇനിയിപ്പോൾ എന്തൊക്കെ സംഭവിച്ചാലും അതൊക്കെ തന്നെ ഞാനാണെങ്കിൽ സഹിക്കും, കാരണം ഇവളുടോടുള്ളത് മാത്രമാണ് എനിക്ക് സന്തോഷം തരുന്നൊരു കാര്യമെന്ന് പറയുന്നുണ്ട്. ഞാൻ കേൾക്കുമ്പോൾ അവരെത്രമാത്രം പരസ്പരം സ്നേഹിക്കുന്നുണ്ടെന്ന് മുത്തശ്ശന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശനാണെങ്കിൽ ശരി എന്നാൽ ഞാനായിട്ട് ഇനി എതിർക്കാൻ നിൽക്കുന്നില്ല എന്നുള്ള രീതിയിൽ ഷോവാനും കുടിക്കാനായിട്ട് ചായയൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിൽ നിന്ന് തന്നെ മുത്തശ്ശൻ സമ്മതിച്ചു എന്നൊരു കാര്യം അവർക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് മെങ് ജിയാങ് ഫാൻ അന്വേഷിച്ചിട്ട് ആ ഒരു അപ്പാർട്ട്മെൻറ്റിലേക്ക് വരുന്നതാണ്. ആ ഒരു അപ്പാർട്ട്മെൻറ്റ് സെല്ല് ചെയ്തെങ്കിൽ പോലും ഇതുവരെയായിട്ട് ഏജൻറ്റിൻ്റെ കയ്യിൽ താക്കോല് അവൻ ഏൽപ്പിച്ചില്ല. അതുകൊണ്ട് തന്നെ ഏജൻറ്റ് ഇവളെ വിളിച്ചിട്ട് ഇങ്ങനെ ചോദിക്കുകയാണ്. അത് അറിയാനായിട്ടാണ് ഇപ്പോൾ അവൾ അങ്ങോട്ടേക്ക് വന്നേക്കുന്നത്. എന്നാൽ എത്ര റിങ് ചെയ്തിട്ടും ഡോർ ഓപ്പൺ ചെയ്യുന്നേ ഇല്ല. അങ്ങനെ അവൾ ഡോർ ഓപ്പൺ ആക്കാൻ നോക്കുമ്പോഴത്തേക്കും ഡോർ അൺലോക്ക് ആയിരുന്നു. അവളങ്ങനെ അകത്തേക്ക് കയറി പോകുന്നുണ്ട്. അങ്ങനെ വീടിനകത്തേക്ക് കയറുമ്പോഴാണ് വീട് ഫുൾ ഒരു റൊമാൻറ്റിക് സെറ്റപ്പ് പോലെയൊക്കെ ഇങ്ങനെ റെഡിയാക്കി വെച്ചേക്കുന്നത് അവൾ കാണുന്നത്. അത് മാത്രമല്ല ഒരു വീഡിയോയും അവിടെ പ്ലേ ആവുന്നുണ്ടായിരുന്നു. അതിൽ ഫസ്റ്റ് അവർ ഈ വീട്ടിലേക്ക് വന്നപ്പോൾ മെങ്ങാണെങ്കിൽ നമുക്ക് അവിടെ സെറ്റ് ചെയ്യണം, ഇവിടെ ഇത് സെറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് അവനോട് നിൽക്കുന്നതും രണ്ടിനും പരസ്പരം ഐ ലവ് യു എന്നൊക്കെ പറയുന്നതൊക്കെ തന്നെ അവനിങ്ങനെ ഷൂട്ട് ചെയ്തതും ഒക്കെ ഇങ്ങനെ പ്ലേ ആവുന്നുണ്ടായിരുന്നു. അതെല്ലാം കാണുമ്പോഴത്തേക്കും ജിയാങ് ഫാനിൻ്റെ ഒക്കെ കാര്യമൊക്കെ ഓർത്തിട്ട് മെങ് ഭയങ്കരമായിട്ട് ഇമോഷണൽ ആവുന്നുണ്ട്. അപ്പോൾ തന്നെ ജിയാങ് ഫാൻ ഒരു വലിയ ബൊക്കയും കൊണ്ട് അവളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് പ്രപ്പോസ് ചെയ്യുന്ന രീതിയിൽ മുട്ടൂത്തി ഇരുന്ന ശേഷം അവളോട് പറയുന്നുണ്ട് ഞാൻ വിചാരിച്ചു കല്യാണം കഴിഞ്ഞിട്ട് പൈസ ഉണ്ടാക്കാനുള്ള രീതിയിൽ നന്നായിട്ട് വർക്ക് ചെയ്ത് നന്നായിട്ട് മുന്നോട്ട് പോയി കഴിയും നമ്മുടെ ലൈഫ് നന്നായിട്ട് പോകുന്നത്, എന്നാൽ ഞാനാണെങ്കിൽ നിന്നെ കൂടുതൽ ശ്രദ്ധിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ ചിന്തിക്കാനേ നിന്നില്ല. ഞാൻ വിചാരിച്ചു എല്ലാം സ്മൂത്തായിട്ട് പോകുന്നത്, പക്ഷേ ഇപ്പോഴാണ് എനിക്കെൻ്റെ മിസ്റ്റേക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അതുകൊണ്ട് തന്നെ ഇനി ഞാൻ എൻ്റെ ശ്രദ്ധ നിനക്ക് തന്നിരിക്കും, അത് കാര്യത്തിൽ ഞാൻ ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ നീ എനിക്കൊരു ചാൻസ് കൂടെ തരാമോ എന്ന് ചോദിക്കുന്നുണ്ട്. എങ്ങപ്പോൾ എനിക്ക് നിന്നെ വിശ്വസിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഉറപ്പായിട്ടും ലൂഷി ഷാ അവിടെ വരാൻ പോകുന്ന ഒരു എക്സിബിഷൻ കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ വലിയൊരു ലീവ് എടുക്കും, ആ സമയത്ത് നമുക്ക് വെക്കേഷന് പോയിട്ട് എൻജോയ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. മെങ്ങപ്പോൾ എനിക്ക് അങ്ങനെ വെക്കേഷൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഫുൾ ടൈം ഞാൻ തന്നെ ഈ വീട്ടിൽ പൂട്ടിയിടുമെന്നും പറയുമ്പോൾ അവനാണെങ്കിൽ എനിക്കത് ഓക്കെയാണെന്ന് പറയുന്നുണ്ട്. ആ സമയം മെങ്ങാണെങ്കിൽ അവനെ കിസ് ചെയ്യുന്നുണ്ട്, അവൾ ഓക്കെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവർ വീണ്ടും ഒന്നിക്കുന്നതും കാണിച്ചിട്ടാണ് ഈ ഒരു എപ്പിസോഡ് ഇവിടെ എൻഡ് ആവുന്നത്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ വരുന്നതുവരെ ബൈ ഫ്രം ഡ്രാമ ഡീകോഡ് ഡയറീസ്.